5 വലിയ ഗ്യാരണ്ടിയൊക്കെ നൽകി UDF അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഒന്ന്, വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ, പിന്നെ ക്ഷേമ പെൻഷൻ 3000 രൂപ, 5 ലക്ഷം രൂപ സ്വയം സംരംഭങ്ങൾ തുടങ്ങുന്ന യുവാക്കൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ, 25 ലക്ഷം രൂപയുടെ ഫാമിലി ഇൻഷുറൻസ്, പിന്നെയുമുണ്ട് വാഗ്ദാനങ്ങൾ. അങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയ പ്രഖ്യാപനങ്ങളാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം അവിടെ പുത്തരിക്കണ്ടം മൈതാനിയിൽ നടത്തിയത്. ഇതില് ഈ ഇന്ദിരാ പദ്ധതി എന്നൊക്കെ പറയുന്ന KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയൊക്കെ തെലങ്കാനയിലും അതുപോലെ തന്നെ കർണാടകയിലുമൊക്കെ നടപ്പിലാക്കി 8 നിലയിൽ പൊട്ടിയതാണ്. തമിഴ്നാട്ടിൽ മാത്രമാണ് ഏറെക്കുറെ അത് വിജയിച്ചത്. തെലങ്കാനയിലൊക്കെ ഞാൻ തെലങ്കാനയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് രേവന്ത് റെഡ്ഡി സർക്കാർ അധികാരത്തിൽ വരികയും അവിടെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഈ സ്ത്രീകളൊക്കെ സൗജന്യ യാത്രയുള്ള ബസ്സുകളിൽ കുത്തി കയറി പോവുകയും ചെയ്യും. മറ്റുള്ള ബസ്സുകളിൽ, അതായത് ആള് തീരെ ഇല്ലാത്ത അവസ്ഥ വരും. കാരണം സ്ത്രീകളാണ് കൂടുതലും ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ സ്ത്രീകളായതുകൊണ്ട് അത് വലിയ പ്രതിസന്ധിയായിരുന്നു തെലങ്കാന സർക്കാർ നേരിട്ടത് ആദ്യം തുടക്കത്തിൽ. അതുപോലെ വലിയ പ്രതിസന്ധിയിലായിരിക്കും KSRTC കൊണ്ട് തള്ളാൻ പോകുന്നത് എന്നത് പകൽ പോലെ വ്യക്തമാണ്. KSRTC കട്ടപ്പുറത്താണ് ഇതിനെ അടച്ചുപൂട്ടാൻ പോവുകയാണെന്നുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ വാദഗതികളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പരസ്യ രൂപത്തിലെങ്കിലും വായിച്ച ആളുകളാണ്. അതിൽ നിന്നൊക്കെ KSRTC ഇപ്പോൾ പ്രതിമാസം കൃത്യമായി ശമ്പളം കൊടുക്കുന്ന അവസ്ഥയിലോട്ടൊക്കെ മാറിയ സാഹചര്യത്തിൽ ഇങ്ങനൊരു പ്രഖ്യാപനം, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അത് നടപ്പിലാക്കി KSRTC എങ്ങനെ പൂട്ടാം എന്ന റിസർച്ച് അല്ലേ കോൺഗ്രസ് നടത്തുന്നത് എന്ന് വലിയ വിമർശനം ഉയർന്നിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ ഈ ക്ഷേമ പെൻഷനൊക്കെ അറിയാമല്ലോ, 300, 600 അത്ര ആ ലെവലായിരുന്നു. ഇപ്പോൾ 2500 ഒക്കെ ആയപ്പോൾ അതിന് 3000 ആക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെയുള്ള ഉടായ്പ പ്രഖ്യാപനങ്ങൾ കൊണ്ടാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്നിട്ട് വലിയ വിസ്മയം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് യാത്ര കാസർഗോഡ് നിന്ന് തുടങ്ങിയപ്പോൾ VD സതീശൻ വീമ്പിളക്കിയിരുന്നു. ഇവിടെ വന്നപ്പോൾ വിസ്മയം രമേശ് ചെന്നിത്തലയ്ക്ക് ഹോഹോയിൽ ജയ്വിളി ഒരു സ്ഥലത്ത്, KC വേണുഗോപാലിന് ജയ്വിളി മറ്റൊരു സ്ഥലത്ത്. ഈ VD സതീശനെ രാഹുൽ ഗാന്ധി പോലും 4ാമതോ 5ാമതോ തവണ അഭിസംബോധന ചെയ്തത്. അവിടെയാണ് പ്രശ്നം. കാരണം നേതാക്കൾ തമ്മിലുള്ള അടിയും നേതാക്കൾ തമ്മിലുള്ള പടലപ്പിടക്കവും മറനീക്കി പുറത്തു വരും എന്ന വിസ്മയമാണ് UDF ജാഥയിലൂടെ ഉണ്ടായത് എന്നതാണ് പകൽ പോലെ വ്യക്തമാകുന്നത്. ഏതായാലും ഈ 5 ഗ്യാരണ്ടികളൊക്കെ കാണിച്ച് കേരളത്തിനെ മോദി സ്ഥിരമായി വന്ന് കബളിപ്പിക്കുന്നത് പോലെ കോൺഗ്രസിനും കബളിപ്പിച്ച് മുന്നോട്ട് പോകാമെന്ന ധാരണയാണ് ഇപ്പോൾ അവർ വച്ചുപുലർത്തുന്നത്. അത് നടപ്പിലാകുമെന്ന് തോന്നുന്നില്ല. അതിന് കൃത്യമായ കണക്കുകൂട്ടലുകൾ LDFന്റെ കയ്യിൽ ഉണ്ട് താൻ.